SGOയുടെ UG 3rd സെമസ്റ്ററിലെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിലെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ഒന്നാമത്തെ യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ ടു ഹദീസ് ലിറ്ററേച്ചർ എന്ന യൂണിറ്റിലെ തദ്വീനുൽ ഹദീസ് ഷെരീഫ് എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. തുഅദ്ദു അമലിയത്തു തദ്വീനുൽ ഹദീസുൻ നബവി ഇഹ്ദാ അഹമ്മു മറാഹിലൽ ഹുഫാളി അല സുന്നത്തിൻ നബവിയ. പ്രവാചക സുന്നത്ത് സംരക്ഷിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നായിട്ടാണ് ഹദീസിൻ്റെ ക്രോഡീകരണത്തെ എണ്ണപ്പെടുന്നത്. ബദഅത്ത് ഹാദിഹിൽ അമലിയത്തു, ഈ പ്രക്രിയ ആരംഭിച്ചു ഫി ഉസൂരിൽ ഇസ്ലാമിൽ ഊല, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചു. വമറത്ത് ബി മറാഹിലി മുതഅദ്ദിദത്തുൻ ഹത്താ ഇക്തമലത് ബിസൂറത്തിഹാ അല്ലത്തി നറാഹൽ യൗം. നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ ഹദീസുകളെ രൂപം പ്രാപിച്ചിട്ടുള്ളത്. ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാനൽ ഹദീസുൻ നബവി, പ്രവാചക ഹദീസുകളായി യന്തഖിലു ഷഫഹിയൻ ബൈന സ്വഹാബ, യന്തഖിലു അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു, ഷഫഹിയൻ വാമൊഴിയായി ബൈന സ്വഹാബ, സ്വഹാബാക്കൾക്കിടയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ വാമൊഴിയായിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. ഹൈസു കാന നബിയു യഅ്തമിദു ബിശക്ലിൻ അസാസിയിൻ അലൽ ഹിഫ്ളി വന്നഖലിൽ മുബാശരി. എന്താണ് മനപ്പാടമാക്കലിനെയും അതുപോലെ തന്നെ നേരിട്ടുള്ള കൈമാറ്റത്തെയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്രയിച്ചിരുന്നത്. വലം യകുൻ ഹുനാക തദ്വീനു ഷാമിലുൽ ഹദീസി ഇത് ഖശിയൻ നബിയു അയ്യുഖ്തലൽ ഹദീസ് ബിൽ ഖുർആനിൽ കരീം. എന്താണ് ഖുർആനുമായി ഹദീസ് കലരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ടു. അത് കാരണം ആ കാലഘട്ടത്തിൽ ഹദീസുകളുടെ ക്രോഡീകരണം ഉണ്ടായിട്ടില്ല. ഹദീസുകളൊന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വഖദ് വറദ അൻഹു ഖൗലുഹു, നബി തങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു റിപ്പോർട്ടുണ്ട്, ലാ തക്തുബു അന്നി, എന്നെക്കുറിച്ച് നിങ്ങൾ എഴുതരുത്. വമൻ കത്തബ അന്നി, എന്നെക്കുറിച്ച് ആരെങ്കിലും എഴുതിയാൽ ഗൈറൽ ഖുർആനി, ഖുർആൻ അല്ലാത്തത് എഴുതിയാൽ ഫൽയംഹു, അപ്പോൾ അവനത് മായ്ക്കട്ടെ. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണിത്. ഒമഅദാലിക, അതോടൊപ്പം സമഹൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകി ലിബഅലി സ്വഹാബത്തി, ചില സ്വഹാബാക്കൾക്ക് ബി കിതാബത്തിൽ ഹദീസി ലിമനഅനി സിയാനിഹാ, ബി കിതാബത്തിൽ ഹദീസി, ഹദീസുകൾ എഴുതി രേഖപ്പെടുത്താൻ അനുവാദം നൽകി, ലിമനഅനി സിയാനിഹാ, അത് ഹദീസുകൾ മറന്നുപോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എഴുതി രേഖപ്പെടുത്താൻ ചില സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകി. മിസലു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, അതിലൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ എഴുതി രേഖപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. വഫി ഫത്രത്തിൽ ഖുലഫാഇർ റാഷിദീന, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്തമറൽ ഇഅ്തിമാദു അൽ ഹിഫ്ളി ഷഫഹി ലിൽ ഹദീസി, ഹദീസുകൾ വാമൊഴിയായി മനപ്പാഠം ചെയ്യുന്ന രീതി ആശ്രയിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. വകാനൽ ഖുലഫാഉ യുശദ്ദിദൂന അല തസബ്ബുതി വത്തഹഖുഖി മിന സിഹത്തിൽ ഹദീസി ഖബല നഖലിഹി, ഹദീസുകൾ കൈമാറുന്നതിന് മുമ്പ് അതിൻ്റെ സ്ഥിരീകരണത്തിനും സാധുതയ്ക്കും ഖലീഫമാര് പ്രാധാന്യം നൽകി. എന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, പഠിപ്പിക്കപ്പെടുമ്പോൾ അത് ശരിയായ ഹദീസാണോ, അത് കെട്ടിച്ചമച്ചതാണോ, പിന്നെ അത് കള്ളം പറയുന്നതാണോ എന്നൊക്കെ പരിശോധിച്ച ശേഷം മാത്രമാണ് ഹദീസുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. മഅ തുവസ്സിഉ ദൗലത്തുൽ ഇസ്ലാമിയത്തു വസ്ദിയാദു അദദൽ മുസ്ലിമീന മിൻ ഗൈരിൽ അറബി, അറബികളല്ലാത്ത മുസ്ലിമീങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവും അതോടൊപ്പം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വികാസവും ലഹറത്തിൽ ഹാജത്തു ഇല കിതാബത്തിൽ ഹദീസ് ലിഹിഫ്ളിഹ മിനൽ ളിയാഇ അവി തഹരീഫി.
ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വികാസവും അറബികളല്ലാത്ത മുസ്ലിമീങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവും കാരണം എന്താണ്? ഹദീസുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യം ഉയർന്നു വന്നു. പ്രവാചക ഹദീസുകൾ ഔദ്യോഗികമായിട്ട് അത് ക്രോഡീകരിക്കുന്നത് ആരംഭിച്ചു. ഫി അഹദിൽ ഖലീഫത്തുൽ അമവി ഉമർ ബിൻ അബ്ദുൽ അസീസ്, അമവി ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ ഹദീസുകൾ ഔദ്യോഗികമായിട്ട് അത് ക്രോഡീകരിക്കാൻ ആരംഭിച്ചു. ഹിജ്റ 99 to 101 ആ കാലഘട്ടത്തിലാണ് ഈ ഹദീസിൻ്റെ ക്രോഡീകരണം നടക്കുന്നത്. الذي أمر العلماء بجمع الأحاديث وتدوينها خوفا من ضياعها مع وفاة الحفاظ. ഹദീസുകൾ മനഃപ്പാഠം ചെയ്തവരുടെ മരണത്തോടുകൂടി ഹദീസുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം ഹദീസുകൾ ക്രോഡീകരിക്കാൻ, അത് ഒരുമിച്ച് കൂട്ടാനും ക്രോഡീകരിക്കാനും പണ്ഡിതന്മാരോട് ഖലീഫ അന്നത്തെ ഖലീഫയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉത്തരവിട്ടു. വമൻ അബ്റസ മൻ ഖാമു ബിത്തദ്വീനി ഫി ഹാദിഹിൽ ഫത്രത്തി അൽ ഇമാം സുഹ്രി. അന്നത്തെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അൽ ഇമാം സുഹ്രി. സുഹ്രിയാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ക്രോഡീകരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളാണ് ഇമാം സുഹ്രി. الذي يعد أول من جمع الحديث بشكل رسمي بأمر من الخليفة. ഖലീഫയുടെ നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ആളായിട്ട് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ദാലിക ഫീ നിഹായത്തിൽ ഖർനിൽ അവ്വലിൽ ഹിജ്രി. ഇത് ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇസ്ദഹറത്ത് അമലിയത്തു തദ്വീനു ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസിയ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ ക്രോഡീകരണം അഭിവൃദ്ധിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അബ്ബാസിയ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ ക്രോഡീകരണം അഭിവൃദ്ധിപ്പെട്ടു. വലഹറത്ത് കുത്തുബുൻ തഹ്തവി അലൽ അഹാദീസിൻ നബവിയ്യത്തി ബിശക്ലിൻ മുനള്ളിമുൻ. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ, ഹദീസിൻ്റെ കിതാബുകൾ ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കാനൽ ഹദ്ഫു റഈസിയു മിനത് തദ്വീനി ഹുവ തഹഖഖു മിന സിഹത്തിൽ അഹാദീസി വതജന്നുബി ഇന്തിശാറിൽ അഹാദീസിൽ ലഈഫത്തി അവിൽ മൗളൂഅ. കാനൽ ഹദ്ഫു റഈസിയു മിന തദ്വീനി. ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഹുവ തഹഖഖു മിന സിഹത്തിൽ അഹാദീസി. ഹദീസുകളുടെ ശരിയായ ഹദീസുകളുടെ ആധികാരികത പരിശോധിക്കുക. വതജന്നുബു ഇന്തിശാറിൽ അഹാദീസ് ലഈഫത്തി അവിൽ മൗളൂഅ. കെട്ടിച്ചമച്ചതും അതുപോലെ തന്നെ ദുർബലവുമായ ഹദീസുകളുടെ പ്രചാരം ഒഴിവാക്കുക. ഇതായിരുന്നു ഹദീസ് ക്രോഡീകരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ബദ അൽ ഉലമാഉ തഅലീഫുൻ കുതുബുൽ അഹാദീസി ഹസ്ബുൽ അബ്വാബി വൽ ഫുസൂലി. ബദ അൽ ഉലമാഉ തഅലീഫുൻ കുതുബുൽ അഹാദീസി. പണ്ഡിതന്മാർ ഹദീസുകളുടെ കിതാബുകൾ രചിക്കുന്നത് ആരംഭിച്ചു. ഹസ്ബുൽ അബ്വാബി വൽ ഫുസൂലി. അധ്യായങ്ങളും വിഭാഗങ്ങളും അനുസരിച്ച് ഹദീസിൻ്റെ കിതാബുകൾ രചിക്കുന്നത് ആരംഭിച്ചു. വലഹറത്ത് ഫീ ഹാദിഹിൽ മർഹലത്തുൽ അദീദു മിനൽ മുസന്നിഫാത്തുൽ ഹദീസിയ. ഈ കാലഘട്ടത്തിൽ ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മിസ്ല അൽ മുവത്ത ലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത ഗ്രന്ഥം പോലെ. അല്ലദീ യുഅദ്ദു
മുവത്ത എന്ന ഗ്രന്ഥത്തെ എണ്ണപ്പെടുന്നു ഔവലു കിതാബുൻ ഒന്നാമത്തെ കിതാബായിട്ട് ജാമിഉ ഫിൽ ഹദീസ് എന്താണ് ഹദീസിൻ്റെ ഒന്നാമത്തെ കിതാബായിട്ട് ആദ്യത്തെ കിതാബായിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഗ്രന്ഥത്തെ എണ്ണപ്പെടുന്നു. വൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തെയും അബ്ദുർ റസാഖ് സനആനി അതുപോലെ തന്നെ അബ്ദുർ റസാഖ് സനആനിയുടെ മുസന്നഫും ആ കാലഘട്ടത്തിലെ ഒരു ഹദീസ് ഗ്രന്ഥമാണ്. അപ്പം തദ്വീനുൽ ഹദീസ് ഷരീഫ് ഹദീസിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്.